കശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലെ ദാൽ ലേക്കിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാൽ ലേക്കിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ലേക്കാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്ന ഈ മഞ്ഞുമലകളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വളരെ ഭംഗിയുള്ള ഒരു ലേക്കാണ്. ഇതിൽ ശിക്കാര വള്ളങ്ങളാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവം. ഇതിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടൊക്കെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ദാൽ ലേക്കിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡ്രസ്സിട്ട ആൾക്കാരാണ് കൂടുതൽ. കുർത്ത പോലെ, നീണ്ട കുർത്ത പോലെയുള്ള ഇതിൽ ഇവർ തണുപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ഇവരുടെ ഡ്രസ്സിനുള്ളിൽ തന്നെ പുകയുന്ന ഒരു വിളക്ക് പോലത്തെ സാധനം വെച്ചിട്ടാണ് ഇവർ ചൂടകറ്റുന്നത്. നമ്മൾ ലേക്കിൽ ഇതുപോലെ ശിക്കാര വള്ളങ്ങളെടുത്ത് നമുക്ക് യാത്ര ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയിൽ മാലകൾ, വളകളൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കച്ചവടക്കാരും നമ്മുടെ അടുത്ത് വരും. കാശ്മീർ പോകുമ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് ശ്രീനഗറിലെ ഈ ദാൽ ലേക്കിലൂടെയുള്ള യാത്ര. ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ മാലയും വളകളും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയുള്ളൊരു നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു സംഭവമായിരുന്നു ഈ ചേട്ടൻ്റെ ഈ കാഴ്ചകൾ. ദാൽ ലേക്കിലെ നമുക്ക് ശിക്കാര വള്ളത്തിൽ കൂടെയുള്ള യാത്രകളൊക്കെ കഴിഞ്ഞ് വളരെ സുന്ദരമായ ഒരു ഇതായിരുന്നു. ഇതുപോലെ കബാബ് പോലെ ചുട്ടെടുക്കുന്ന ഇതിൽ നമുക്ക് ബീഫുണ്ട്, ചിക്കനുണ്ട്, ഫിഷുണ്ട്. ഇതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള മസാലയിൽ വളരെ രുചികരമായിട്ട് കനലിൽ ചുട്ടെടുക്കുന്ന ഇറച്ചി വിഭവങ്ങളും മീൻ വിഭവങ്ങളും ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് സൈഡായിട്ട് വരുന്നത് നമ്മുടെ റൊമാലി പോലത്തെ ഒരു ടൈപ്പ് റൊട്ടിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡുമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു ഇതിന്. ഇറച്ചിയിൽ പതുക്കെ വെന്തുരുകി വരുന്ന ഈ ഒരു കബാബിൻ്റെ ടേസ്റ്റ് ഇന്നും വായിൽ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ചോളം, അതുപോലെയുള്ള ഒത്തിരി സാധനങ്ങൾ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകൾ. ഈ കാണുന്ന പോലെയാണ് നമുക്ക് പ്ലേറ്റിൽ അവർ സെർവ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു റൊമാലി റൊട്ടിയുടെ കൂടെ കബാബ് കൂടെ വെച്ച്. അപ്പോൾ കാശ്മീർ യാത്രയിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ് ഈ ദാൽ ലേക്കും ഇവിടുത്തെ ഈ ചുട്ട ഇറച്ചിയും മീനും ഈ കൊടും തണുപ്പുമൊക്കെ.